2026 ഈ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഞാൻ ലോങ് വീഡിയോസ് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ഗാലറിയിലാണെങ്കിൽ ആ വെക്കേഷൻ സമയത്ത് എടുത്ത കുറേ വീഡിയോസ് ഇങ്ങനെ കിടക്കുക. ഇതിപ്പോൾ ഏപ്രിൽ മാസം തീരാറായി, മെയ് തുടങ്ങാറായി. അപ്പോൾ എന്തായാലും ഓരോന്നായിട്ട് പുറത്തു വിടാമെന്ന് കരുതി ഞങ്ങൾ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോവുകയാണിത്. വിശേഷ ദിവസങ്ങളിലോ ശനിയാഴ്ചയൊക്കെയാണ് നമ്മൾ എറണാകുളത്തു നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു രാത്രി 9:00 ശേഷമായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് പോകാം. അല്ലെങ്കിൽ ബ്ലോക്കിൽ പെട്ട് നമ്മൾ കുറേ നേരം വഴി കിടക്കേണ്ടി വരും. അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റായിട്ട് ഒരു ചായയും പൊറോട്ടയും അപ്പവും അതുപോലെ ബീഫും ചിക്കനും ഒക്കെ കഴിച്ച് ഇത് വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മൾ ഹരിപ്പാട് അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയേക്കാണ്. ഇവിടെ വേറെ ആരും വരുന്നില്ല, ഞാനും മീയും മാത്രമാണ് പോകുന്നത്. പാറു എണീറ്റിട്ടില്ല. ഇന്നലെ രാത്രിയിലാണെങ്കിൽ ലേറ്റ് ആയിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. അതുകൂടാതെ ഈ പിള്ളേർ വീട് മാറി കിടന്നതിൻ്റെ ആണോ എന്നറിയില്ല. എന്തായാലും 5 മണിയായപ്പം പാറു വിഷുക്കണി കണ്ടതിന് ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്. അതുകൊണ്ട് ആൾ നല്ല ഉറക്കമോ, ശല്യം ചെയ്യാനൊന്നും നിന്നില്ല. മീ ആണെങ്കിൽ ഇന്നലെ പറഞ്ഞു അമ്മയുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി. എന്താ ചൂട്, സഹിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പം ഹരിപ്പാട്ട് അമ്പലത്തിൽ ഇന്ന് വൈകിട്ടാണ് വിഷുവിന് കൊടിയേറുന്നത്. പിന്നെ 10 ദിവസം 10-ാം ഉദയത്തിൻ്റെ അന്നാണ് കൊടിയിറക്കവും ഉത്സവവും ആറാട്ടും ഒക്കെ. അപ്പോൾ ഇനി 10 ദിവസം എന്ന് വെച്ചാൽ ഹരിപ്പാട് ഭയങ്കര ഉത്സവം മാമാങ്കമാണ്. എല്ലാ ആൾക്കാരും വരും. അപ്പോൾ ഇവിടെ കടകളെല്ലാം വരുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് പണ്ട് കിട്ടുന്ന വിഷു കൈനീട്ടമൊക്കെ ഉണ്ടല്ലോ, അത് വന്ന് സ്പെൻഡ് ചെയ്യുന്നത് ഈ ഹരിപ്പാട്ട് അമ്പലത്തിലെ ഉത്സവത്തിനായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ തൊഴാൻ. ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പോൾ ഫ്രണ്ടിൽ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുകൊണ്ട് തന്നെ ഏട്ടായി പുറയിൽ സ്കൂട്ടറെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറയിലേക്ക് വന്നപ്പോഴാണ് ഇന്ന് അമ്പലത്തിലേക്ക് കാവടിയുണ്ട്. ഇതെനിക്ക് പുതിയൊരു അറിവാണ് കേട്ടോ. സാധാരണ ഇവിടെ തൈപ്പൂയത്തിൻ്റെ അന്നാണ് കാവടി ഘോഷയാത്രയൊക്കെ ഉള്ളത്. അത് ഒരു ഭയങ്കര സംഭവം. നമ്മൾ കണ്ട ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാ വർഷവും കാണണമെന്ന് തോന്നും. ആ രീതിയിലാണ് കുഞ്ഞു കുട്ടികൾ വരെ അനുഗ്രഹം കയറി വരുന്നതും ഒരുപാട് കാവടികൾ വരുന്നതും കാണാനും നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടുത്തെ തൈപ്പൂയത്തിൻ്റെ എന്നുള്ള കാഴ്ച. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ നിന്ന് തന്നെയാണ് കാവടി വരുന്നത്. കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം നിന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് വല്ലപ്പോഴൊക്കെ അല്ലേ നമുക്ക് കാണാൻ പറ്റൂ. അങ്ങനെ ഹരിപ്പാട്ട് അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി കുറച്ച് ലേറ്റായി ഇതൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ പിന്നെ മീക്ക് ഒരു മസാല ദോശയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വൈകിട്ടായപ്പോൾ എൻ്റെ വീട്ടിലെത്തി. അമ്മയ്ക്ക് വിഷുക്കൈനീട്ടമൊക്കെ കൊടുക്കണമല്ലോ. അന്നേരമാണ് ഞാൻ ആലോചിക്കുന്നത്, രാവിലെ വിഷുക്കണി ഒരുക്കിയിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണമുണ്ട്. അമ്പലത്തിൽ പോകാനുള്ള തിരക്കും പിന്നെ ഇന്നലെ പിള്ളേരൊന്നും ശരിക്കും ഉറങ്ങിയില്ലെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ കൊണ്ടാവണം. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഇതൊക്കെ നേരത്തെ എടുക്കണ്ടേന്നും പറഞ്ഞ് അമ്മ മാറ്റി വെച്ച സെറ്റും മുണ്ടും ഒക്കെ കൊണ്ടുവച്ച് അങ്ങനെ വീട്ടിലെ വിഷുക്കണിയാണ് കണ്ടത്. അന്ന് സന്ധ്യയ്ക്കായി എടുത്തത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്, മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊന്ന് ചക്ക വേവിച്ച് എടുക്കുന്ന ഭയങ്കര ഇഷ്ടം. ഇത് കൂഴച്ചക്ക ആയതുകൊണ്ട് വേവിക്കാമെന്ന് കരുതി അങ്ങനെ ചക്ക പരിപാടിയൊക്കെ ചെയ്ത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് മാങ്ങ പറിക്കാനുണ്ട്. ഞാൻ ചെല്ലുമ്പോഴാണ് വീട്ടിൽ കുരുമുളക് പറിക്കൽ, മാങ്ങ പറിക്കൽ, അങ്ങനെയുള്ള ഈ മരം കയറൽ പരിപാടിയൊക്കെ നടത്തുന്നത്. ഇത്രയും നേരം കണ്ടത് ഒരു ഓർഡർ ഇല്ലാത്ത വീഡിയോ അല്ലേ. എനിക്ക് കറക്റ്റായിട്ട് ഇത് എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ റുട്ടീൻ എല്ലാം മാറി ഭയങ്കര തിരക്കാകും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പേരെ കാണും, വർത്താനം പറയാനിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ കാര്യം മറന്നു. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആരാധ്യ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോവുകയാണ്. പാറു, എന്താണ് പറയാനുള്ളത് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പറ്റി? ഒന്നുമില്ല. ഞങ്ങൾ പാറുവിനോട് പറഞ്ഞായിരുന്നു പാറുവിൻ്റെ വിഷു കൈനീട്ടം എടുത്ത് നമുക്ക് ഗിഫ്റ്റ് വാങ്ങാമെന്ന് അല്ലേ. അപ്പം പാറു എന്താ പറഞ്ഞേ? പാറു നോ പറഞ്ഞു. പാറു പറയാ ബർത്ത്ഡേക്ക് പോവണ്ടെന്ന്. പാറുവിന് വീട്ടിൽ നിന്ന് വിഷുക്കൈനീട്ടമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നു കേട്ടോ. അന്നേരം അങ്ങനെ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം പറഞ്ഞു അമ്മ ആരാധ്യയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പൈസ വേണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട അമ്മ, വെറുതെ ചോദിച്ചതാ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ആരാധ്യയുടെ വീട്ടിലെത്തി. അപ്പോൾ ബർത്ത്ഡേക്ക് ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പാറുവിൻ്റെ ഫ്രണ്ടാണ് ആരാധ്യ. സ്കൂൾ അടച്ച പിന്നെ വീഡിയോ കോളിലൂടെയാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തി. കേക്ക് കട്ട് ചെയ്യാനൊക്കെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു 8:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്നു. ഈ കാണുന്നത് റിട്ടേൺ ഗിഫ്റ്റ് ആട്ടോ. ആരാധ്യ 2 ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, അതായത് കൃതികയ്ക്കും പാറുവിനും വേണ്ടി വെച്ചിരുന്ന സ്പെഷ്യൽ ഗിഫ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ പാറുവിന് ഇത് കാറിലിരുന്ന് പൊട്ടിക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഞാൻ പറഞ്ഞു വീട്ടിൽ ചെല്ലട്ടെ എന്നിട്ടാവാന്ന്.
ഓക്കെ ആണോ? സാധനങ്ങൾ അമ്മയ്ക്ക് ഉറപ്പാണല്ലോ? മാറ്റി പറയുമോ? ഞാൻ പറയും, ഇത് വീഡിയോയിൽ മാത്രം ഇങ്ങനെ പറയും. ഇത് അത് ഞാൻ ചുമ്മാ പറഞ്ഞത് അമ്മയെന്ന് പറയും. സത്യം ഞാൻ പറഞ്ഞില്ലേ. From Diecast Smart. സ്റ്റിക്കേഴ്സിന്റെ ഷീറ്റ് ഞാൻ വിചാരിച്ചു മറ്റേ ഒരു ഷീറ്റായിട്ട് കിട്ടത്തില്ല, ഇത് കുറേ ആയിട്ടുള്ളത്. കാരണം നിന്റെ കയ്യിൽ നിന്ന് വെച്ച് കാണിച്ചേ ലെങ്ത്. അടുത്തത് ഒരു പെൻസിലാണെന്ന് തോന്നുന്നു. പെൻസിൽ. ഹലോ. അയ്യോ ഇടി വെട്ടുന്ന കേട്ടോ. നമ്മൾ ഹലോ പറഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു കല്യാണത്തിന് പോവുകയാണ്. കല്യാണമല്ല, റിസപ്ഷൻ. അപ്പോൾ സമയം ഇപ്പം 6 മണിയായിട്ടുണ്ട്. 6 മണിക്കാണ് അവരുടെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6 മണിയാണ്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് വെക്കേഷനായിട്ട് ഇവിടെ ഭയങ്കര ബോറടി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ പരിപാടി വരുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഇത്രയും നേരം ഭയങ്കര ബോറടിച്ചിരുന്നപ്പോഴാണ് നമുക്കൊരു കല്യാണ റിസപ്ഷന് പോകാമെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളെല്ലാം കൂടെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് നമുക്ക് നോക്കാം. റിസപ്ഷൻ തുടങ്ങുന്നത് 6 മണിക്കാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 6:30 പിന്നെ എഴഞ്ഞ് ഭയങ്കര ബ്ലോക്കായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് ഇടപ്പള്ളി ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്ക്. പിന്നെ ഞാൻ എൻ്റെ ഈ മുടി ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ പരിപാടി നടക്കുന്നത്, അതായത് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ മാത്രം ഞാനിത് അഴിച്ചിടും. അപ്പം നല്ല കേളി ആയിട്ട് കിടക്കും. അതല്ല, ഞങ്ങൾ ഇത്രയും നേരം ട്രാഫിക്കിൽ കിടക്കുമായിരുന്നു. ഒരു വല്ലാത്ത ട്രാഫിക് ആയിപ്പോയി അല്ലേ പാറു ഉറക്കം കഴിഞ്ഞിട്ട് നിൽക്കുക. നമ്മൾ പകൽ വെളിച്ചത്തിൽ ഇറങ്ങിയെങ്കിലും ഇരുട്ടായി ചെന്നപ്പോഴത്തേക്ക് പിന്നെ സ്റ്റാർട്ടറായിട്ട് കുറേ അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു. ചിക്കൻ മോമോസ്, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട പീറ്റ്സ, അങ്ങനെ കുറേ ഐറ്റം. അതൊക്കെ കഴിച്ചിട്ട് അകത്ത് കയറി. ഇതൊരു ക്രിസ്ത്യൻ കല്യാണ റിസപ്ഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല അപ്പവും ഡക്ക് സ്റ്റൂവും എല്ലാം അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളതൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ ഈ വന്ന ഫംഗ്ഷൻ്റെ കല്യാണക്കുട്ടിയൊന്നും അറിയില്ല, അച്ഛനെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും കണ്ട് ഹായ് ബൈ ഒക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോഴത്തേക്കും ബൈ.